മുൻ ഇന്ത്യൻ ഫുട്ബോളർ അനസ് ഇടത്തൊടിഗയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ വരാറുണ്ടെങ്കിലും ഇപ്പോൾ കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്. ഒരിക്കൽ മന്ത്രി വി അബ്ദുറഹിമാന് ജോലി ഉറപ്പ് നൽകിയ വിഷയമാണിത്. പണ്ടൊക്കെ അനസ് ഇടത്തൊടിഗയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ മറുപടി പറയാറ് പരിഗണിക്കാം, പരിശോധിക്കാം എന്നുള്ള ടൈപ്പാണ്. എന്നാൽ ഇപ്പോൾ അനസ് വേണേ വേറെ പണി നോക്കിക്കോ എന്നുള്ള ടൈപ്പ് മറുപടിയാണ് അവർ പറയുന്നത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുന്നേ തന്നെ അനസ് ഇടത്തൊടിഗ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആ വാദം നിലനിൽക്കില്ല. പിന്നെന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനസിന്റെ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പണ്ട് അനസ് ഇടത്തൊടിഗ പോലീസ് ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ അതിനുണ്ടായിരുന്ന ഇവരുടെ കയ്യിൽ പല മുടന്തൻ ന്യായങ്ങളും ഇതേ ടൈപ്പ്. കൊണ്ടോട്ടിയിലെ പാടത്തും പറമ്പിലും കളിച്ചു നടന്ന ഒരു പയ്യനെ തന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീമിലെത്തുന്നത്. അവിടെ 21 മത്സരങ്ങളിൽ രാജ്യത്തിനെ വിയർപ്പൊഴുക്കിയതും പോരാഞ്ഞിട്ട് ഒരു ജോലി കിട്ടണമെങ്കിൽ ഇവരുടെയൊക്കെ പുറകെ നടക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അനസ് ഇടത്തൊടിഗ കേരളത്തിനായി സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. 2016-17 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം നേടിയ ആളാണ്. മാനദണ്ഡങ്ങളുടെ വെയ്യാവലികൾ പറഞ്ഞ് ആരുടെ കണ്ണിലാണ് ഇവർ പോട്ടിയിടാൻ ശ്രമിക്കുന്നത്? ഇന്ന് കേരളത്തിലെ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന മുഴുവൻ കായിക താരങ്ങളും ഈ മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്തതിന്റെ പേരിൽ അവിടെ എത്തിപ്പെട്ടവരാണോ? അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ശ്രീ ചിത്രേഷ് നടേശൻ, ശ്രീ ഷിനു ചൊവ്വ എന്നീ കായിക താരങ്ങൾക്ക് അവരുടെ മികച്ച കായിക നേട്ടങ്ങളും കുടുംബ പശ്ചാത്തലവും കണക്കിലെടുത്ത് നിയമനം നൽകി. ഇത് സർക്കാരിൻ്റെ ഉത്തരവാ. അതുപോലെ മറ്റൊന്നാണ് 2014 ഒരൊഴിവിൽ PR ശ്രീജേഷിന് പ്രത്യേക പരിഗണനയിൽ ജോലി നൽകി എന്നുള്ളത്. ഈ ടൈപ്പ് കേസുകൾ ഇനിയും ഉണ്ട്. ഇവർക്കൊന്നും ജോലി നൽകേണ്ടെന്നല്ല, ഇവർക്കൊക്കെ ജോലി കിട്ടിയതിൽ നമുക്ക് സന്തോഷമുള്ളൂ. കായിക താരങ്ങൾ അവരുടെ കരിയറിൻ്റെ ടൈമിൽ അവരുടെ കരിയറിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആ കരിയർ കഴിഞ്ഞാലും അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു കുടുംബമുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി അലയേണ്ട ഒരവസ്ഥ, രാജ്യത്തിന് വേണ്ടി കളിച്ചവരെയൊക്കെ ഒരു ജോലിക്ക് വേണ്ടി അലയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. സന്തോഷ് ട്രോഫി താരങ്ങൾക്കും ഈവൻ യൂണിവേഴ്സിറ്റി താരങ്ങൾക്ക് പോലും ജോലി നൽകുന്ന ഒരു സർക്കാർ അനസ് ഇടത്തൊടിഗയോട് മാത്രം എന്തിനാണ് ഇങ്ങനെ അനീതി കാണിക്കുന്നത്? പണ്ട് നന്നായി പന്ത് കളിച്ച് പ്രിവിലേജിൽ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ചില മഹാന്മാര് തൻ്റെ പോലീസ് ജോലിക്ക് തടസ്സം നിന്നതായി അനസ് ഇടത്തൊടിഗ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. ഇനി അവരാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ഈ അവഗണനയ്ക്കുള്ള കാരണം? ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലയാളിയുമായ അനസ് ഇടത്തൊടിഗയ്ക്ക് പ്രത്യേക പരിഗണനയിൽ ജോലി നൽകാൻ തീരുമാനിച്ചു. ഇത്രയേ ഉള്ളൂ. നത്തിങ് കോംപ്ലിക്കേറ്റഡ്.